സതിയമ്മയെ പോലുള്ളവരുടെ ശാപം, നമ്മുടെ പ്രാർത്ഥന, ഇതെല്ലാം കൂടി ചേർന്ന ഒരു ശക്തി ഉണ്ടാവും. ആ ശക്തി എതിരെ നിൽക്കുമ്പോ നന്ദിനിക്ക് കുട്ടികളുണ്ടാവോ? എവിടെ? അവക്കൊരു കുഞ്ഞ് ജനിക്കില്ല, ഉറപ്പാ. ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നതേ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതിന് ഫലം ഉണ്ടാവും, അല്ലേ കാർത്തികേ? അതെ. എന്താ? അമ്മായി വന്നിട്ട് കുറെ നേരമായോ? ഇല്ല നന്ദനെ, ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഉദയേട്ടന്റെ അമ്മയുടെ കാര്യം പറയായിരുന്നേ ഞങ്ങള്. ഈ കോലോത്ത് നിറഞ്ഞു നിന്നിരുന്ന ആളല്ലേ വസുന്ധരാമ്മായി. പറഞ്ഞിട്ടെന്താ, ഒരു നോക്ക് കാണാൻ പോലും മക്കൾക്കോ മരുമക്കൾക്കോ കഴിഞ്ഞില്ല. എല്ലാരും വസുന്ധരാമ്മായിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്ന് പറയായിരുന്നു ഞാൻ, അല്ലേ കാർത്തികേ? അതെ, പ്രതിഭമായി പറഞ്ഞത് അത്രയും ഞാൻ കേട്ടു. എന്തായാലും മരിച്ചുപോയ ഇവിടുത്തെ അമ്മയ്ക്ക് കുട്ടികളുണ്ടാവുന്ന കാര്യമല്ല പറഞ്ഞത്. അതിനുവേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നതും. അല്ല നന്ദനെ, എന്റെ വിധി അതാണെങ്കിൽ ഞാൻ അനുഭവിച്ചോളാം. തലയെടുത്ത് തിരുത്തി കുറിക്കാൻ നമ്മൾ വിചാരിച്ച പറ്റില്ലല്ലോ. അനുഭവിക്കുക തന്നെ. മക്കളില്ലാത്ത എത്രയോ പേരുണ്ട്. അക്കൂട്ടത്തിൽ ഒരു നന്ദനയും ഉദയവർമ്മയും. അതിലപ്പുറം ഒന്നുമില്ല. ഉണ്ടോ കാർത്തികേച്ചി? വരുന്ന കണ്ടിട്ട് എനിക്കൊരു സിഗ്നൽ തരാതിരുന്നെന്താ? ഇങ്ങെത്തിയതിനു ശേഷം ഞാൻ കണ്ടത്. എന്നിട്ടും കണ്ണും കലാശവും കാണിച്ചു. പ്രതിഭ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. അവള് കേട്ടാലും ഒന്നുമില്ല, എന്നാലും അതല്ലല്ലോ. പതുങ്ങി വന്നു നിന്ന് നമ്മുടെ സംസാരം പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്രയായില്ലേ പ്രതിഭേ? ആ വൈദ്യനെ ഒന്നുകൂടി കാണണം. പച്ചില മരുന്നിന്റെ ഒരു ഡോസ് കൂടി വാങ്ങിക്കണം. അവക്ക് അടുത്ത ജന്മത്തിലും പിള്ളേരുണ്ടാവരുത്. ഒരു ഡോസ് കഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ കാർത്തികയ്ക്ക് നിർബന്ധമാണെങ്കിൽ. നിർബന്ധമാണ്. കഴിഞ്ഞ തവണ മരുന്നിന് ചെലവായതിന്റെ പകുതി തരാന്ന് പറഞ്ഞതല്ലാതെ കാർത്തിക ഇതുവരെ തന്നില്ല. കുഴപ്പമില്ല, ഒരു ഡോസ് കൂടി വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിക്കാം. അതിന്റെ മുഴുവൻ ചെലവും കാർത്തിക ഏറ്റാ മതി. മൊത്തം 9,000 രൂപയാവും. വൈദ്യരെ വിളിച്ചോ മരുന്ന് റെഡിയാക്കാൻ പറയട്ടെ. അത് ആയുർവേദ മരുന്നല്ലേ? ഒരു ഡോസ് കൊണ്ട് ഓക്കെ ആവുമെന്ന് വൈദ്യര് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പുള്ളി ഓവർടേക്ക് ചെയ്യണ്ട. ആദ്യത്തെ ഡോസ് തീരട്ടെ, എന്നിട്ട് ആലോചിക്കാം. പൈസയുടെ കേസ് കൊണ്ടല്ല കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. നമ്മൾ എന്തിനാ ഈ വൈദ്യന്മാരും ഡോക്ടർമാരും ഒക്കെ പിണക്കുന്നത്? മനസ്സിലായി. മിക്ക മുണ്ടിന്റെയും കരയുടെ നിറം മങ്ങി. പുതിയത് 4-5 എടുക്കണം. താൻ കടയിൽ പോകുമ്പോ എടുത്തോണ്ട് വന്നാ മതി. ഈ ആഴ്ചത്തെ സ്റ്റോക്കില് ഒരു പുതിയ മില്ലിന്റെ കൈത്തറി മുണ്ടുകൾ വരുന്നുണ്ട്. വന്നാ സെലക്ട് ചെയ്യാം. ആ ജോലിയാ തന്നെ ഏൽപ്പിച്ചത്.
ഈയിടെ മടി കൂടുന്നുണ്ട്. ശിക്ഷയായി ബെഞ്ചിമേ കയറി നിൽക്കണോ ടീച്ചർ? നമുക്കിതെന്റെ കുടുംബത്തിലേക്ക് ഒന്ന് പോണല്ലോ ഒരു ദിവസം. ഉദയന്നൂരോ? അല്ല, പനക്കൽ. മനീഷ കഴിഞ്ഞൊരു ദിവസം ഇവിടെ വന്നിരുന്നു. ഇവിടെയോ? കാർത്തിക ന്യൂസ് തരുന്ന ഞാൻ വിചാരിച്ചു. അതാണല്ലോ പതിവ്. എന്നോടൊന്നും പറഞ്ഞില്ല. അതെന്ത് പറ്റിയാവോ? എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ വന്നത്. ആ, കള്ളം പറഞ്ഞു. അത് അയാളുടെ നേച്ചറാണല്ലോ. അതിനുപരിയായി ചില സത്യങ്ങളുണ്ട്, നമ്മൾ കാണേണ്ടതായ സത്യങ്ങൾ. ആർക്കോ വിറ്റുപോരുന്ന പനക്കലെ വീടും സ്ഥലവും താൻ തിരിച്ചു വാങ്ങിച്ചു കൊടുത്തു. പശുവിനെ ആടിനെയും വാങ്ങിക്കൊടുത്തു. അതവർക്ക് വലിയ ആശ്വാസമായി. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല തന്റെ ഉത്തരവാദിത്തം. മനീഷിനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റില്ല. അവന്റെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ. ആ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിലോ? ഞാൻ കുറച്ച് പണം കൊടുത്തു നോക്കി. അപ്പോഴേ വാങ്ങിച്ച് പോക്കറ്റിലിട്ട് കാണും. ഇല്ല, വാങ്ങിയില്ല. പണമല്ല, പകരം ജീവിതത്തിനൊരു അടിത്തറയാണ് വേണ്ടതെന്നാണ് അയാൾ പറഞ്ഞത്. അതൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നന്നാവാൻ അവസരം കൊടുക്കാതെ നന്നാവില്ലെന്ന് മുൻവിധി പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം. അങ്ങനെയല്ലേ? ഞാൻ അവനെ വിളിച്ചൊന്ന് സംസാരിക്കാം, എന്നിട്ട് മതി. ഒരു പേരിന് വേണ്ടി സഹായിച്ചിട്ട് കാര്യമില്ല. സ്ഥിരമായൊരു നിലനിൽപ്പുണ്ടാവണം. അതൊന്ന് മനസ്സിലോർത്തോളൂ. താനെന്താ വല്ലാതെ? എന്താ? മനസ്സ് മറ്റെവിടെയാണെന്ന് തോന്നുന്നു. പനക്കലെ കാര്യങ്ങൾ ഓർത്തതാ. അതിപ്പോ ഞാനിങ്ങോട്ട് വന്നപ്പോഴേ ശ്രദ്ധിച്ചതാ. താൻ ശരിക്കും മൂടിയാ? പ്രത്യേകിച്ചൊന്നുമില്ല. ഉണ്ടെന്നേ. പ്രതിഭ മെൻഷൻ ചെയ്ത കാര്യമാണ് പ്രശ്നം. കാർത്തികയ്ക്കും പ്രതിഭയ്ക്കും താൻ കൊടുത്ത മറുപടി കൃത്യ. നമ്മുടെ മുഖം വാടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുഖത്ത് നോക്കി ചുട്ട മറുപടി പറയണം. അപ്പൊ അവരുടെ മുഖം വാടുന്നത് കാണാം. കാർത്തികേച്ചി അമ്മായിയെ അവഗണിക്കുക ചെയ്യേണ്ടത്. അതാണ് അവരുടെ രോഗത്തിനുള്ള ചികിത്സ. ശരിയാണ്. പക്ഷേ നമുക്ക് നമ്മളെ അവഗണിക്കാൻ പറ്റുമോ? അതിന് കഴിയാത്തോണ്ടാ താൻ മൂഡ് ഓഫ് ആയത്. മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചതും പരിഹസിച്ചതും അവിടെ നിൽക്കട്ടെ. എന്റെയും തന്റെയും മനസ്സിൽ ഇപ്പോഴൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് പിന്നിൽ എവിടെയോ ഒരു കുഞ്ഞിന്റെ കരച്ചിലുണ്ട്, ഇല്ലേ? നന്ദന, നമുക്കൊരു ഡോക്ടറെ കാണാം. CA സജികുമാറിന്റെ വൈഫ് നല്ല ഗൈനക്കോളജിസ്റ്റ് അല്ലേ? ഡോക്ടർ സന്ധ്യ. സജിയെ വിളിച്ച് ഞാൻ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. ചില കാര്യങ്ങൾ ഇങ്ങനെയാ. സമയമാവുമ്പോഴേ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുകയുള്ളൂ. ഡ്രാമ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശങ്കരപ്പിള്ള സാർ പറഞ്ഞത് ഓർക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിനക്കുള്ള അരങ്ങുകൾ നിന്നെ കാത്ത് അവിടെ തന്നെ ഉണ്ടാവും. ജീവിതത്തിലും ഗുരുനാഥന്റെ ആ വാക്കുകൾ പ്രസക്തമാണല്ലേ? എനിക്കതൊന്നും അറിയില്ല. പിന്നെന്താ അറിയാവുന്നത്? ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ ജീവിതത്തിന്റെ തോളിൽ ചാരിയ. എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി.
സുപ്രിയ, ഹലോ. ഹലോ. ആ സുപ്രിയ, ആ കേൾക്കാം. നേരത്തെ വിളിച്ചപ്പോ എന്ത് പറ്റി? കോള് കട്ടായി. താനിപ്പോ എവിടെയാ? വീട്ടില്. ഞാൻ വിളിച്ചതേ, ബെഡ്റൂമിലെ ഷെൽഫിന്റെ മേലേത്തട്ടില് ഓഫീസിലെ ഒരു ഫയൽ ഇരിപ്പുണ്ട്. കൊണ്ടുവരാൻ ഞാൻ മറന്നു. അതിലെ ഒരു നമ്പർ താനൊന്ന് പറഞ്ഞായിരുന്നു. ആ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? ഇപ്പൊ നോക്കിയിട്ട് പറയാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഹോൾഡ് ചെയ്യാം. ഹലോ. ആ അല്ലെങ്കിൽ ഷെൽഫിൽ നിന്ന് ഫയൽ എടുത്തിട്ട് എന്നെ വിളിച്ചാൽ മതി. ഏത് നമ്പറാണെന്ന് ഞാൻ പറയാം. പക്ഷെ ഹരി, ഞാനിപ്പോ വീട്ടിലല്ല. പാല് വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. പാല് വാങ്ങിക്കാൻ എന്തിനാ പുറത്തേക്ക് പോകുന്നത്? വീട്ടിൽ കൊണ്ടുവന്ന് തരില്ലേ? ഇന്ന് കൊണ്ടുവന്നില്ല. അതല്ലേ വിളിച്ചപ്പോഴേ ഞാൻ ചോദിച്ചത് വീട്ടിലാണോന്ന്. സോറി ഹരി, ഞാൻ വീട്ടിലെത്തിയാൽ ഉടൻ വിളിക്കാം. ബെഡ്റൂമിലെ ഷെൽഫിലല്ലേ ഫയൽ ഇരിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ശരി. ഓ ഡോക്ടർ ഇന്ദിര അഗർവാളിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നോ? അതെ ഡോക്ടർ. സുപ്രിയ നാട്ടിലായിരുന്നില്ലേ? ദുബൈയിലായിരുന്നു വിത്ത് മൈ പേരൻസ്. ഓക്കെ. ശ്വാസം ഒന്നെടുത്തേ. ഇപ്പൊ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ? ഇല്ല. നോർമലാ. നിങ്ങൾ താമസിക്കുന്നതിനടുത്ത് വേറെ ഡോക്ടേഴ്സ് ഉണ്ടായിട്ടും എന്നെ വന്ന് കാണാൻ എന്താ കാരണം? ഡോക്ടറെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടിട്ട് വന്നതാണ്. അല്ലാതെ വേറെ കാരണങ്ങളില്ല? സുപ്രിയ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഹസ്ബൻഡ് KCB-യിലാണ്. എന്താ തനിച്ചു വന്നത്? ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? ഓഫീസിൽ നിന്ന് ലീവ് കിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി വരുമ്പോ ഹസ്ബൻഡ് ഉണ്ടാവുമല്ലോ അല്ലേ? അതോ അപ്പോഴും ലീവിന്റെ പ്രശ്നം ഉണ്ടാവോ? ബി ഫ്രാങ്ക്, നിങ്ങളുടെ കേസ് ഹിസ്റ്ററി ഹസ്ബൻഡിന് അറിയാമോ? അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. മനഃപൂർവ്വം ഞാൻ മറച്ചു വെച്ചതല്ല. കല്യാണത്തിന് മുമ്പ് ഈ മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ച് എല്ലാം തുറന്നു പറയാൻ ഞാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ വീട്ടിലെ ചുറ്റുപാടുകൾ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എനിക്കറിയില്ല. സുപ്രിയയുടെ സഹോദരങ്ങൾ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, then I can guess. അച്ഛനമ്മമാർക്ക് ഒരേ ഒരു മകൾ. അവരുടെ നിലപാട് എനിക്ക് മനസ്സിലാവും. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. കല്യാണം നടന്നാൽ മാത്രം മതിയോ? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇതുവരെയെല്ലാം ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയോ അടുത്ത സ്റ്റെപ്പ് എന്താ? കുട്ടികൾ? എങ്കിലല്ലേ കുടുംബാവൂ. അതിനുള്ള ഉത്തരം എന്താ? എന്റെ മുൻപിലിരിക്കുന്ന ഈ മെഡിക്കൽ റിപ്പോർട്ടോ? ഡോക്ടർ,
ഞാൻ ഹരിയോട് ഹസ്ബൻഡിനോട് എല്ലാം തുറന്ന് സംസാരിക്കാം. അപ്പോ യുവർ ഫാദർ ആൻഡ് മദർ ആ പ്രശ്നം അതേപടി നിൽക്കല്ലേ? നോക്കൂ സുപ്രിയ, ഞാനൊരു ഡോക്ടർ മാത്ര, നിങ്ങളുടെ കുടുംബവിശേഷങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ സുപ്രിയയുടേത് സ്പെഷ്യൽ കേസാ, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയം. അറിയാം ഡോക്ടർ. ആലോചിക്കാൻ സമയമുണ്ട്, ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതെ അമ്മേ. എത്ര രൂപ തരും? അതുകൊണ്ട് തികയില്ല, എന്നാലൊന്നും തരണ്ട. എന്തായി കാണിച്ചത്? ഞാൻ ഹോൺ അടിച്ചല്ലോ, കേട്ടില്ലേ? എപ്പോ ഹോൺ അടിച്ചു? താനിങ്ങോട്ട് ഇറങ്ങിക്കേ, ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. ഡ്രൈവിംഗ് അറിയാത്തവരെ കൊണ്ടാണോ വണ്ടി ഓടിപ്പിക്കുന്നത്? ഇയാൾക്ക് ലൈസൻസ് ഇല്ലേ? സ്ഥലമില്ലെന്ന് കണ്ടതുകൊണ്ട് അയാൾ ഹോൺ അടിച്ചത്. അപ്പൊ കുട്ടി അത് ശ്രദ്ധിച്ചില്ല. കുട്ടി വലിയ ആളാവല്ലേ? നിങ്ങളുടെ ഡ്രൈവർ എന്താ കാറിൽ നിന്ന് ഇറങ്ങാത്തത്? മദ്യപിച്ചിട്ടുണ്ടോ അയാള്? എന്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുമുണ്ട്. എന്നാ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഫോണിൽ സംസാരിച്ചോണ്ടാ നിങ്ങൾ ഡ്രൈവ് ചെയ്തത്. സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കാറ് പിന്നോട്ട് എടുത്തത്. പക്ഷേ ഞാൻ കാണുമ്പോ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഞങ്ങളുടെ വാണിംഗ് കേൾക്കാതിരുന്നത്. ഞാൻ എന്റെ ഫോണിൽ സംസാരിച്ചതെന്ന് നിങ്ങൾക്കെന്താ? അപ്പൊ ഫോൺ ചെയ്തോണ്ടാ വണ്ടി എടുത്തെന്ന് സമ്മതിച്ചു. ആണെങ്കിലേ കണക്കായി പോയി, കൊണ്ടുപോയി കേസ് കൊടുക്ക. കേസ് കൊടുത്താൽ ബുദ്ധിമുട്ടുന്നത് നിങ്ങളായിരിക്കും. ഇയാളോട് ആരാ അഭിപ്രായം ചോദിച്ചത്? മിണ്ടരുത്. മാഡം നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാനിതിന് മറുപടി പറഞ്ഞേനെ. എന്തു പറയുന്ന എന്നോട്? എന്നോട് ഇയാൾ എന്തു പറയുന്ന? അയാളെ വിട്ടേക്ക്. നിങ്ങൾ ഇത്രയും ക്ഷോഭിക്കുന്ന എന്തിനാ? കുഴപ്പമൊന്നും പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ മാഡം. നിങ്ങളൊരു ശകലം ബാക്കിലേക്ക് എടുത്താൽ നമുക്ക് പോവാം. ഞാൻ ബാക്കിലോട്ട് എടുക്കാനോ? എന്നിട്ട് പോയത് തന്നെ. വാശി പിടിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് സൈഡില്ല. എന്നാ പോണ്ട, അവിടെ കിടക്കട്ടെ. നമുക്കും ധൃതിയില്ലല്ലോ മനു. ഇല്ല. എന്നാ കുറച്ചു കഴിഞ്ഞു പോവാം. വണ്ടി ഇവിടെ കിടക്കട്ടെ. ഞാൻ തിരിച്ചു വിളിക്കാം. നാശം.